എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയാമോ? ഇതാണ് നമ്മുടെ ശങ്കേഴ്സ് ഹോസ്പിറ്റൽ, അവിടുത്തെ സിംസ് ഹോസ്പിറ്റൽ. ഇത് പുതിയ ബിൽഡിംഗ് ഞാൻ കാണിക്കാം. ഇതാണ് പുതിയ ബിൽഡിങ്. ഇവിടെ എൻ്റെ മോൻ പനിയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പം ഇവിടെ നല്ല മനോഹരമായ ഒരു കോമ്പൗണ്ടായി ഹോസ്പിറ്റൽ. നല്ല പൂച്ചെടികളെല്ലാം നട്ട് നല്ല പുൽത്തകിടിയും എല്ലാം ആയിട്ടുള്ള മനോഹരമായ ഒരു ഹോസ്പിറ്റൽ. നല്ല ശാന്തസുന്ദരമാണ്. അങ്ങനെ എൻ്റെ മോന് പനിയെന്ന് പറഞ്ഞാലും പോരാ, ഇച്ചിരി വലിയ പനിയാണ്, കൂടിയതാണ്, ഡെങ്കിപ്പനി. അതാണ് വന്നത്. കാര്യം മോൻ്റെ ഓഫീസിൽ പലർക്കും ഡെങ്കിപ്പനി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് കിട്ടിയത്. അങ്ങനെ എന്തായാലും ഇപ്പം 4-5 ദിവസമായിരുന്നു. എന്തായാലും ഒരുവിധം കുറഞ്ഞ് ഇപ്പോൾ ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഡിസ്ചാർജ് ആവാൻ പോവുക. അങ്ങനെയാണ് ഡിസ്ചാർജിൻ്റെ ഇതെല്ലാം ഇനി കിട്ടിയപ്പോഴേ ഞങ്ങൾ ഇറങ്ങും. അപ്പം ഞാൻ വിചാരിച്ചു അതിന് മുൻപ് ഒരു വീഡിയോ ഇടാം. ഇതിൻ്റെ പരിസര പ്രദേശങ്ങൾ എന്ത് മനോഹരമാണെന്ന് നോക്കിയാണ്. നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. ഇതിനകത്ത് മനോഹരമായൊരു ക്യാൻറ്റീനുണ്ട്. നേഴ്സിംഗ് പഠിക്കുന്നതിന് നേഴ്സിംഗ് സ്കൂളുണ്ട്. കാണുന്നതാണ് ശങ്കേഴ്സ്, അതിൻ്റെ പഴയ ബിൽഡിങ്. ഇതാണ് ഇതിൻ്റെ പുതിയ ബിൽഡിങ്. ഈ പുതിയ ബിൽഡിങ്ങിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഇപ്പം പോവും. ഇതിൻ്റെ ഈ ഭംഗി ഒന്ന് കാണിക്കാനാണ് ഇതിൻ്റെ കോമ്പൗണ്ട് നോക്കിയാണ് എത്ര രസമായിരിക്കുന്നത് നോക്കുതാണ്ട. അതുകൊണ്ട് എല്ലാം നിൽക്കുന്ന ചെടികളുടെയൊക്കെ വീഡിയോ ഞാൻ ഇവിടുത്തെ കടലാസ് ചെടികളാണ് അതിമനോഹരം. കണ്ട, ഇത് ഒരു ഇളം നിറത്തിലുള്ള വയലറ്റാണിത്. കണ്ട, ഇവിടെ സെക്യൂരിറ്റിക്ക് ഇരിക്കാനായിരിക്കും ഒരു കോമ്പൗണ്ട് കെട്ടിയിട്ടിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്, സിംസ് ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ്. വേറൊരു മനോഹരമായ കാഴ്ച കണ്ട ആമ്പൽപ്പൂക്കൾ പലതും പിടിച്ച് നിൽക്കുന്നുണ്ട്. ഏതെല്ലാം കളറിലതാണെന്ന് നോക്കിയാണ്. ഇതുകൊണ്ട് വയലറ്റ്, അതുപോലെ തന്നെ ചുവപ്പ്. കണ്ട, നട്ടുച്ച സമയവും വെയിലും ആയതുകൊണ്ടാണ് അത്ര ക്ലിയർ ആയിട്ട് കിട്ടാത്തത്. ഇത് കോളാമ്പി പൂക്കളാണ്. ഇതിന് ചുറ്റും കോളാമ്പിയും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുമ്പിൽ പോയി നിന്നു. ഇതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, പ്രീവിയസ് മുഖ്യമന്ത്രി ശ്രീ ആർ ശങ്കർ. അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. അതിൻ്റെ തൊട്ടപ്പുറവും ഇപ്പുറവുമാണ് ദാണ്ട ഈ ആമ്പൽ ചെടികൾ നിൽക്കുന്നത്. കണ്ട, എന്ത് രസമാണെന്ന് നോക്കിയാണ്. കിടിലം വ്യൂ ആണ്. കണ്ട, വയലറ്റ്, അതുപോലെ തന്നെ ചുവപ്പ്. വയലറ്റും ചുവപ്പും പൂക്കളാണ് കൂടുതലായിട്ടുള്ളത്. മനോഹരമായ പൂക്കൾ. മനോഹരമായ ആമ്പൽപ്പൂക്കൾ വയലറ്റ് നിറത്തിലുള്ളതുമുണ്ട്. ഹോസ്പിറ്റലിൻ്റെ പുറത്ത് നിന്നുമാണ് സിംസ് എന്ന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പൂന്തോട്ടത്തിൽ നിൽക്കുന്ന മനോഹരമായ തെറ്റിപ്പൂക്കളാണ്. കോളാമ്പി പൂക്കളും ഇതിൻ്റെ സമീപത്തായിട്ടുണ്ട്. കണ്ട, എന്ത് രസമാണെന്ന് നോക്കിയാണ്. ഇലച്ചെടികളെല്ലാം അങ്ങ് റോഡ് സൈഡിലായിട്ട് നല്ല മരങ്ങൾ. റോഡ് സൈഡിലായിട്ട് മനോഹരമായിട്ട് കണ്ട കടലാസ് ചെടികൾ. ആ കളറിലെ പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടാൽ നിൽക്കുന്നത്. ഇതിൻ്റെ വീഡിയോയാണ് ഞാൻ കൂടെ എടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴെല്ലാം ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കും. നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ അങ്ങോട്ടായിട്ടൊരു പേരമരം നിൽപ്പുണ്ട്. അത് നിറച്ച് പേരയ്ക്ക പിടിച്ച് നിൽപ്പുണ്ട്. അത് ഈ കടലാസ് ചെടിയും വളരെ മനോഹരമായിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്കുള്ള പ്രവേശന കവാടത്തിൻ്റെ സൈഡിലായിട്ടാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് കാണാം. റോഡ് സൈഡിൽ ബസ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാം. ഇതെല്ലാം ഹോസ്പിറ്റൽ കോമ്പൗണ്ടാണ്. ഇവിടെ നേഴ്സിംഗ് സ്കൂളും ഇവിടെ സമീപത്ത് ഭാഗത്തായിട്ടുണ്ട്. കുട്ടികളൊക്കെ അവിടെ അകത്ത് വരും. നമ്മൾ ഇവിടെ കിടക്കുകയാണെങ്കിൽ സ്റ്റുഡൻസൊക്കെ പറന്ന് നടക്കുന്നുണ്ട്. എപ്പോഴും ബിസിയായിട്ട് നടക്കുന്നുണ്ട്. ഇത് കണ്ട, എൻ്റെ തല ഇവിടെ മുട്ടി, നല്ല വേദനിച്ച്. ഇത് കണ്ട, ഇത് റോഡ് സൈഡിലായിട്ട് വളർത്തിയിട്ടുള്ള മരങ്ങളാണ്. നല്ല രസം. കണ്ടാ, ഒരു ഇനത്തിൽപ്പെട്ട ഇലച്ചെടിയുടെ ഇനത്തിലാണെന്ന് തോന്നുന്നു. ഇതങ്ങ് അറ്റം വരെ നട്ട് വളർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. കാണുന്നത് പഴയ ശങ്കേഴ്സ് ഹോസ്പിറ്റലാണ്. ഇതാണ് പുതിയ ബിൽഡിങ്. കണ്ട, മുകളിൽ ശ്രീനാരായണ ഗുരുസ്വാമിയുടെ പടവും എല്ലാം ഉണ്ട്. നല്ല രസമാണ്. കോളാമ്പി പൂക്കളാണ് ഇതെല്ലാം. ഇതിൻ്റെ
മുറ്റത്തല്ല, ഇതിൻ്റെ കോമ്പൗണ്ടിലൊരു പേരമരമുണ്ട്. പേരയ്ക്കൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. പേരയ്ക്കൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. കാണിക്കാം. ഉണ്ടാ നല്ല സുഖം ഇതിൻ്റെ ചുവട്ടിൽ നിന്നപ്പം. ഇതാണ് പേരമരം. നല്ല സുഖകരമായൊരു ക്ലൈമറ്റ്, നല്ല കാറ്റ് ഈ പേരമര ചുവട്ടിൽ നിന്നപ്പോൾ. അതിൻ്റെ ചുവട്ടിൽ പഴുത്ത് വീണ് കിടക്കുന്ന പേരയ്ക്കയത്. ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ വളർത്തിയിരിക്കുന്ന മനോഹരമായ ഇലച്ചെടികളാണിത്. നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇലച്ചെടികളെല്ലാം കാണാൻ നല്ല ഭംഗി. ഇവിടെ കണ്ട നല്ലൊരു കാത്തിമരം നിൽക്കുന്നുണ്ട്. അതിൻ്റെ ചുവട്ടിലെല്ലാം നല്ല പുൽത്തകിടി, നല്ല രസമുണ്ട്. കാറ്റത്ത് ഈ മരങ്ങളെല്ലാം നല്ല ആടി ഉലയുന്ന എന്ത് രസം, നല്ല സുഖം. കണ്ട, എല്ലാവരും ഇത് അനുഭവിക്കണമെങ്കിൽ അറിയാൻ പറ്റൂ ഇവിടെ നിൽക്കുമ്പോഴുള്ള കാലാവസ്ഥയുടെ ഒരു സുഖം.